അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പഠിതാക്കളെ, അൽ വഹാബ്, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അൽ വഹാബ് എന്ന് പറഞ്ഞാൽ ധാരാളമായി ഔദാര്യവും അനുഗ്രഹവും ദാനവുമുള്ളവനാണ്. പകരമൊന്നും പറ്റുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാതെ തന്നെ യഥേഷ്ടം ദാനങ്ങൾ അത് തുടർച്ചയായി നൽകുന്നവൻ. ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് പറയുന്നത്, ആരോടും പ്രതിഫലം ആവശ്യപ്പെടാതെ ധാരാളമായി ഔദാര്യമേകുന്നവനാണ് അൽ വഹാബ്. ഇമാം ഹലീമി റഹിമഹുല്ലാഹ് പറയുന്നത് ഇപ്രകാരമാണ്: ഔദാര്യമേകുവാൻ ബാധ്യതയില്ലാഞ്ഞിട്ട് കൂടി ദാനങ്ങൾ കൊണ്ട് ഔദാര്യമേകുന്നവനും അതുകൊണ്ട് അനുഗ്രഹവർഷം നടത്തുകയും ചെയ്യുന്നവനാണ് അൽ വഹാബ്. വിശുദ്ധ ഖുർആനിൽ 11 സ്ഥലങ്ങളിൽ അൽ വഹാബ് എന്ന നാമം വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഖുർആനിൽ പ്രമുഖരായ പല പ്രവാചകന്മാരുടെയും ചരിത്രം പറയുന്നിടത്ത് അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ പ്രത്യേകം സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വാക്ക് ഇസ്മ കാണാൻ സാധിക്കും. വാർദ്ധക്യം പ്രാപിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം വന്ധ്യതയും ഏറെ വയസ്സുമായ ഭാര്യ സാറയിലൂടെ സന്തതിയെ കൊടുത്തതിനെ സംബന്ധിച്ച് അള്ളാഹു അതൊരു മഹാ ഔദാര്യമായിട്ടാണ് ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. സൂറ അൽ അൻആമിലെ 84-ാമത്തെ ആയത്ത്, വ വഹബ്നാ ലഹു ഇസ്ഹാഖ വ യഖൂബ, അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെയും യഖൂബിനെയും പ്രദാനം ചെയ്യുകയും ചെയ്തു. അൽ അൻബിയായിലെ 72-ാമത്തെ ആയത്തിൽ, വ വഹബ്നാ ലഹു ഇസ്ഹാഖ വ യഖൂബ നാഫില, അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെ പ്രദാനം ചെയ്തു, പുറമെ പൗത്രനായി യാക്കൂബിനെയും നൽകി. അതേപ്രകാരം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും സന്തതികൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ സൂറ അൽ അൻകബൂത്തിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്: വ വഹബ്നാ ലഹു ഇസ്ഹാഖ വ യഖൂബ വജഅൽനാ ഫി ദുർരിയതിഹി നുബുവത വൽ കിതാബ്, അദ്ദേഹത്തിന് പുത്രൻ ഇസ്ഹാഖിനെയും പൗത്രൻ യഖൂബിനെയും നാം പ്രദാനം ചെയ്യുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ പ്രവാചകത്വവും വേദവും നാം നൽകുകയും ചെയ്തു. സൂറത്തു മറിയമിലെ 50-ാമത്തെ ആയത്തിൽ, വ വഹബ്നാ ലഹും മിൻ റഹ്മത്തിനാ വജഅൽനാ ലഹും ലിസാന സുദ്ഖിൻ അലിയ്യ, നമ്മുടെ കാരുണ്യത്തിൽ നിന്നും അവർക്ക് നാം പ്രദാനം ചെയ്യുകയും അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി ഉണ്ടാക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാമിന് ഹാറൂനിനെ സഹായിയായും ശക്തി പകരുന്നവനുമായി നിശ്ചയിച്ചത് അള്ളാഹുവിൻ്റെ വലിയ ഒരു സഹായം, അള്ളാഹു അവർക്ക് നൽകിയ വലിയ ഔദാര്യമായിരുന്നു. അത് ഖുർആൻ പറയുന്നു സൂറത്തു മറിയമിലെ 53-ാമത്തെ ആയത്തിൽ, വ വഹബ്നാ ലഹു മിൻ റഹ്മത്തിനാ അഖാഹു ഹാറൂന നബിയ്യ, നമ്മുടെ കാരുണ്യത്താൽ തൻ്റെ സഹോദരനായ ഹാറൂനെ ഒരു പ്രവാചകനായി അദ്ദേഹത്തിന് സഹായത്തിനായി നാം നൽകുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ധാരാളമായി പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ ഈ വഹബ എന്ന ഇസ്മ കാണാൻ സാധിക്കും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പുത്രനായി നൽകിയതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് സൂറത്ത് സ്വാദിലെ 30-ാമത്തെ ആയത്തിൽ, വ വഹബ്നാ ലി ദാവൂദ സുലൈമാന നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്, ദാവൂദിന് നാം സുലൈമാനെ പുത്രനായി പ്രദാനം ചെയ്തു, വളരെ നല്ല ദാസൻ, തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം ഖേദിച്ചു മടങ്ങുന്നവനാവുന്നു. നോക്കൂ നിങ്ങൾ, രോഗങ്ങളാലും പ്രയാസങ്ങളാലും കഷ്ടപ്പാടുകളാലും പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെയും അകന്നുപോയ സന്ദർഭത്തിൽ ക്ഷമാലുവും ഖേദിച്ചു മടങ്ങുന്നവനുമായിരുന്ന അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ്റെ അതിമഹത്തായ റഹ്മത്തും ഫضലും കൊണ്ടും ആരോഗ്യം തിരിച്ചേകി. സ്വന്തക്കാരെയും അവരോടൊപ്പം പലരെയും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയും ചെയ്തു. ആ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹ് പറയുന്നു സൂറത്ത് സ്വാദിലെ 43-ാമത്തെ ആയത്തിൽ, വ വഹബ്നാ ലഹു അഹ്ലഹു വ മിസ്ലഹും മഅഹും റഹ്മത്തും മിന്നാ വ ദിക്റാ ലി ഉലിൽ അൽബാബ്, അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെയും അവരോടൊപ്പം അവരുടെ അത്ര ആളുകളെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു ഉത്ബോധനവും എന്ന നിലയിൽ ഏതാനും ദുആകൾ അൽ വഹാബ് എന്ന പദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ദുആ, റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹഖ്നി ബിസ്സാലിഹീൻ വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വരസത്തി ജന്നത്തിൻ നഈം. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കുകയും ചെയ്യണമേ. എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെട്ടവനാക്കുകയും ചെയ്യണമേ. സൂറത്ത് സ്വാഫാത്തിൽ കാണാം 100-ാമത്തെ ആയത്തിൽ, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, എൻ്റെ രക്ഷിതാവേ, സൽവൃത്തരിൽ ഒരാളെ എനിക്ക് നീ പുത്രനായി പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അറിവിൽ അടിയുറച്ചവരുടെ ഒരു ദുആ ആയി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്ത്, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹാബ്. സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത്. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാവുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവും അവൻ എല്ലാവർക്കും ദാനമായി നൽകുന്ന, ഇങ്ങോട്ടൊക്കൊന്നും ആവശ്യപ്പെടാതെ തന്നെ തിരിച്ച് നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ പടച്ചവൻ്റെ അതിമഹത്തായ ഈ ഒരു ഇസ്മ നമ്മളത് വേണ്ട വിധം മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാനെ ആ ഇസ്മിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്രചോദനമായി ഈ ഒരു ക്ലാസ്സിനെ കാണണം. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.